ചേട്ടാ 2 അർച്ചന. ആ പേര് നാളെ പറഞ്ഞോളൂ. ജീവൻ പൂരനക്ഷത്രം, വാണി ഉത്രാടം. ആ വേഗം പോയിക്കോട്ടോ, നട അടക്കാറുണ്ട്. എന്നാ നിന്റെ ലാസ്റ്റ് ഡേ? ഇനി 6 ആഴ്ച കൂടി, അത് കഴിഞ്ഞാൽ ഹംചലേ രാജധാനി. രാജധാനി ഡൽഹി എത്തിയില്ല, അപ്പോഴേക്കും തുടങ്ങി അവന്റെ കൊണച്ച ഹിന്ദി. അമ്പോ, ഇതാരാ ഇത്? ഗുഡ് മോർണിംഗ്. ഇതെന്താ ഇത് മുണ്ടിലൊക്കെ? ഒന്ന് അമ്പലത്തിൽ പോയി. ഇത് സ്റ്റേസി. ജീവൻ ലോപ്പസ്. എനിക്കൊരു കോളുണ്ട്, കാണാമേ. ശരി, ബൈ. ജീവൻ, കല്യാണത്തിന്റെ ട്രീറ്റ് ഒന്നും കിട്ടിയില്ല? തരാം, നീ ആദ്യം സ്ഥലം തീരുമാനിക്കുക. അത് ഞാനേറ്റ്. എന്നാലും അവൻ കെട്ടണ്ടായിരുന്നു. കാണാൻ കൊള്ളാവുന്ന എല്ലാണോ കെട്ടി പോവുക. ശരിയാ, ബാക്കിയുള്ളതൊക്കെ ഇവനെ പോലുള്ള കുറെ ഊളകളാ. അതിന് മലയാളി പെൺപിള്ളേരെ ആർക്ക് വേണം? മേഷാദി കറുകാത്തോ സിർഫ് और सिर्फ उत्तर भारत की लड़कियों से होगा. समझा? പോടാ. സാറേ, കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ നേരത്തെ വന്നു തുടങ്ങിയല്ലേ? പിന്നല്ലാതെ. എന്തോരം ലേറ്റായിട്ട് വന്നോണ്ടിരുന്നതാ. വല്ലതും നടക്കുവോ? ചേടാ, കല്യാണത്തിനൊക്കെ ആരെങ്കിലും ട്രീറ്റ് കൊടുക്കുവോ? കല്യാണത്തിന് ഞാൻ വിളിച്ചതല്ലേ, വരാതിരുന്നത് എന്റെ കുറ്റാണോ? ഇതിവിടെ പതിവുള്ളതല്ലേ. റജിലിന്റെ കല്യാണത്തിന്റെ ട്രീറ്റ് നീയും വന്നല്ലേ? അതും ശരിയാണ്. വഴി ഉണ്ടാക്കാം, ഇപ്പൊ കുറച്ച് ടൈറ്റാണ്. എന്ത് വഴി? നിന്റെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആവാറായില്ലേ? അതിനു മുന്നെങ്ങാനും നടക്കുവോ? ഒരു കാര്യം ചെയ്യാം, വെഡിങ് ആനിവേഴ്സറി കുറച്ച് അങ്ങോട്ട് നീട്ടി വെക്കാം. പോയേ. സ്റ്റേസി, എന്തായി? പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഒരു പയ്യനെ തന്നിട്ടുണ്ട്, അവന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക. അതൊന്ന് തീർന്ന പോലെ. ഇപ്പൊ സുഖമാണ്. വരിക, നിങ്ങളെയൊക്കെ കാണുക, പോവുക. നല്ല രസമുള്ള പരിപാടിയാ. നല്ല ബെസ്റ്റ് ടൈം. ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി തന്നെ ഒരു പേപ്പർ ഇട്ടാലോ എന്ന് ആലോചിക്കാം. അത് നല്ല ഐഡിയ. അതിഥി നല്ല ഡെസ്പാണല്ലോ. എന്താണ് ഫുൾ മൂഡ് ഓഫ് ആണല്ലോ? അവനോട് ട്രീറ്റ് ചോദിച്ചു മടുത്തു. കല്യാണത്തിന്റെ. ആര്? ആ ജീവനോ? ആന്നേ.
അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു ട്രീറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ബൈ. ബൈ. ആ ജീവനെ ആ. അവനൊരു ഡിങ്കോൾഫി ആണോ എന്നൊരു സംശയം. ഏയ്, ഞാൻ കുറെ നാളായില്ലേ അവനെ കാണാൻ തുടങ്ങിയിട്ട്. അവൻ എക്സ്ട്രാ ഡീസന്റ് ആണ്. ആരാ പറഞ്ഞേ? ആ അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതല്ലേ. പക്ഷെ ആള് കുറച്ച് സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കുന്നേ. ആ ആർക്കറിയാം. വെറുതെ MG റോഡിലൊക്കെ കറങ്ങാതെ നീ ഇങ്ങോട്ട് വാ. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പണിയില്ല. ഞാനിവിടെ ബോറടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. ഞാനിപ്പോൾ ഇത് ഓഫീസ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ. ഇവൻ എങ്ങോട്ടാ ഈ ഓഫീസ് ടൈമിൽ? 10 മിനിറ്റ്. ആ ഓക്കെ. എടാ ഞാനിപ്പോൾ വിളിക്കാം. അവനൊരു ഡിങ്കോൾഫി ആണോ എന്നൊരു സംശയം. പറയും പോലെ അവൻ ഇപ്പോൾ ഓഫീസിൽ വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ എങ്ങോട്ട് അവൻ ഇറങ്ങിപ്പോണേ? ആ എന്തായാലും ഇവിടെ ഈച്ചടിച്ചിരിക്കുകയല്ലേ, ഒന്ന് പോയി നോക്കാം. കഫേ അത് ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒന്ന് നോക്കണമല്ലോ. ഇവനൊരു സ്മഗ്ലറിൻ്റെ ലുക്ക് ഉണ്ടല്ലോ. ഇവേ ഇനി വല്ല കള്ളക്കടത്തുവാണോ? എന്തായാലും നോക്കാം. അവനൊരു ഡിങ്കോൾഫി ആണോ എന്നൊരു സംശയം. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അയ്യോ എന്നെ കണ്ട. അയ്യോ ഹലോ. ഇല്ല ഇല്ല കണ്ടില്ല. ഓ ഇതിപ്പോ ബോർ പരിപാടിയായല്ലോ. എണ്ണയും കത്തിച്ച് ഇത്ര ദൂരം വരികയും ചെയ്തു ഇവൻ്റെ പുറകെ. മര്യാദക്ക് ഫാസിലിൻ്റെ കൂടെ MG റോഡ് പോയാൽ മതിയായിരുന്നു. അവളുടെ ഒടുക്കത്തൊരു ഡിങ്കോൾഫി. ശ്വേത, ആ ആ ഇത് കൊള്ളാം.
അവൻ്റെ ഒടുക്കത്തൊരു ബർഗർ. കാര്യങ്ങൾ ചൂട് പിടിച്ച് വരികയായിരുന്നു. ഇതിന്നങ്ങനെ തിന്ന് തീരൂ. കഴിഞ്ഞു പുല്ല്. ആ ഏട്ടാ, കള്ളം മാറി. നീ തീർന്നടാ മോനെ. കിട്ടി കിട്ടി മോനെ കിട്ടി. എയ്റ്റ് 8921065168 ജീവൻ. എന്റെ കാശൊന്നും വരും നീ തരാടാ. എന്റെ കാശ് തരാതെ ഡൽഹി പോയിട്ട് ഈ ലോഡ്ജിന്റെ പടി നീ ഇറങ്ങൂല. 5000 ഉലുവല്ലേടേ, അതിന് ഇത്രയും വലിയ ഷോ ഒക്കെ വേണോ? കാശ് മേടിക്കുമ്പോ 5000 രൂപക്ക് വലിയ വിലയായിരുന്നല്ലോ. തരാന്നല്ലേ പറഞ്ഞത്, തരില്ല എന്നല്ലല്ലോ. ഇത് നിന്റെ ലാസ്റ്റാ. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ മിസ്റ്റർ ജീവൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോറി, ഇതാരാ? ഞാൻ ജീവന്റെ ഒരു വെൽവിഷറാണ്. വെക്കല്ലേ വെക്കല്ലേ. ആ അപ്പം കാര്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങ് തരും. IFSC കോഡും ഒരു 25000 രൂപ അതിലോട്ട് അയക്കണം. വിത്തിൻ 15 മിനിറ്റ്സ്, അതായത് 10:30 മുമ്പ്. ഓക്കെ? കാശ് ട്രാൻസ്ഫർ ചെയ്യാനോ? എന്തിന്? ജീവൻ ആരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. ഞാനൊരു ഹെൽപ്പ് ചോദിച്ചതേ ഉള്ളൂ. സോറി, ഇയാൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് യു ഡയൽഡ് റോങ് നമ്പർ. അതൊക്കെ ജീവനെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ 10:30 AM ഷാർപ്പ്. അതിന് മുന്നേ ക്യാഷ് അപ്പം ട്രാൻസ്ഫർ ചെയ്യാമല്ലോ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനെന്തിനാ നിങ്ങൾക്ക് കാശ് തരുന്നേ? അതെ ജീവൻ, എൻ്റെ അടുത്ത് നിങ്ങളും വേറൊരാളും കൂടെയുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ എത്തേണ്ടടുത്ത് എത്തിക്കും. ഇതാരാ? ജീവൻ എൻ്റെ സമയം കളയല്ലേ? ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ നടന്ന്. സോ പെട്ടെന്ന് ആ ക്യാഷ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്ക്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. ബിഫോർ 10:30 AM ഷാർപ്പ് പ്ലീസ്. സുഹൃത്തെ, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. ഇത് റോങ് നമ്പറാണ്. ഹലോ ഹലോ. അവൻ എക്സ്ട്രാ ഡീസൻ്റ് ആണ്. ഇനിയവൻ ഡീസൻ്റ് ആണോ? ഓ, ഇത്രയും വലിയ ടെക്സ്റ്റും ടൈപ്പ് ചെയ്ത് പോയി. എന്താ ചെയ്യുക? ആ കിട്ടിയാ കിട്ടി. ശേ, 10:29 ആയി. ഇനി ആ പ്രതീക്ഷയും പോയല്ലോ. ഷോ, എൻ്റെ മോനെ.
ഹലോ ജീവൻ, ക്രെഡിറ്റ് ആയി കേട്ടോ, താങ്ക്സ്. പറഞ്ഞ പോലെ കാശ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോസ് അത് ഞാൻ എപ്പോഴേ ഡിലീറ്റ് ചെയ്തു. മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് മോശമല്ലേ? അത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഞാൻ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ബട്ട് യു ക്യാൻ ട്രസ്റ്റ് മീ. ഞാൻ ആ ഫോട്ടോസ് അപ്പോഴേ ഡിലീറ്റ് ചെയ്തു. ഇനി ആകെ എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ കുറച്ച് പ്രിൻ്റഡ് കോപ്പീസാണ്. പ്രിന്റഡ് കോപ്പീസോ? അതോടെ ഡിസ്ട്രോയ് ചെയ്യണം പ്ലീസ്. ജീവൻ, അതുകൂടി കളഞ്ഞ പിന്നെ എനിക്ക് കാശ് വേണ്ടപ്പോൾ ഞാൻ എങ്ങനെ ജീവനോട് ചോദിക്കും? ആതിരെവിടെ? കഴിക്കാൻ പോയിട്ട് വന്നില്ലെന്ന് തോന്നുന്നു. ആ, എന്നാലും നീ വെഡിങ് ആനിവേഴ്സറിക്ക് കുറച്ച് മണിക്കൂർ മുന്നേ എങ്കിലും ട്രീറ്റ് തന്ന് തീർത്തല്ലോ. സോ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ ദ ലാവിഷ് ലഞ്ച് ആൻഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓ, വര വെച്ചിരിക്കണം. വൈഫിന്റെ വക എന്തായിരിക്കും ആനിവേഴ്സറി ഗിഫ്റ്റ്? ആ, ഇനിയിപ്പോൾ 2-3 മണിക്കൂറോടല്ലേ ഉള്ളൂ. എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ടെൻഷനാണ്. അപ്പൊ ശരി, ഞാൻ പോയി ഒരു പവർനാപ്പ് എടുത്തിട്ട് വരാം. ഓ ശരി, പണിയൊന്നും ഇല്ലല്ലേ? ഹലോ ജീവൻ. പിന്നെ ഫോട്ടോസിന്റെ പ്രിന്റഡ് കോപ്പി. ജീവൻ, ഞാൻ ഇതുവരെ ചോദിച്ച കാശ് മൊത്തം കൃത്യമായിട്ട് തന്നു. അപ്പം ഞാനും എൻ്റെ മാന്യത കാണിക്കണമല്ലോ. അത് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നുമില്ല. വി ആർ നോട്ട് ഇൻ ടച്ച് എനിമോർ. അതിനിപ്പോൾ ജീവന്റെ സ്വഭാവം നന്നാക്കുക എന്നായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. പിന്നെ ബാക്കിയുള്ളവരുടെ ജീവിതം കൊണ്ട് കളിക്കുന്നതും എത്തിക്കലല്ലോ. അതുകൊണ്ട് ഞാനും ഇന്നത്തോടുകൂടി ഈ പരിപാടി നിർത്തുകയാണ്. സോ ഇന്ന് ഫൈനലായിട്ട് ഒരു 2 lakhs കൂടി ജീവൻ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ജീവന് ഒരു ശല്യം ഉണ്ടാവില്ല. 2 lakhs? അത്രയ്ക്കൊന്നും നടക്കില്ല. എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല ജീവൻ. സത്യമായിട്ടും ദിസ് ഈസ് ദ ഫൈനൽ. ഇനി എന്നെ ശല്യം ഉണ്ടാവില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. ഞാൻ എന്താ ഇവിടെ ലൈറ്ററൊക്കെ പിടിച്ചോണ്ടിരിക്കുക നിങ്ങളുടെ ഫോട്ടോ കത്തിക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ 3.5 ലക്ഷം രൂപയായി. ഇനി എന്റെ കയ്യിലില്ല. Come on, ജീവൻ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യില്ലേ. Be a gentleman. ജെന്റിൽമാനാ? മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നീയാണോടാ ജെന്റിൽമാൻ? കുറെ ദിവസമായി മനുഷ്യനായിട്ട് ചിറ്റിക്കുന്നു. എന്റെ ഗതികേടായി പോയി.
ബ്ലാക്ക് മെയിലിങ്ങിന്റെ ശിക്ഷ എന്താ അറിയണോ നിനക്ക്? നിന്റെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് വെച്ച് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്താ ഒരു ദിവസം കൊണ്ട് നീ തൂങ്ങും. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കണോ ജീവൻ? വേണോടാ, വേണം. ഓ ഓക്കെ ജീവൻ, അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോസ് എനിക്ക് താങ്കളുടെ ഭാര്യയെ ഏൽപ്പിക്കേണ്ടി വരും. നീ എന്താന്ന് വെച്ചാ ഈ ജീവൻ ആരാന്ന് നീ അറിയാൻ പോണേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഫോട്ടോസ് A9 ഫോർട്ട് ഗ്രാൻഡിൽ എത്തിച്ചോളാം. ഓ നീ കൊടുക്ക്, അവൾ എന്നോട് ക്ഷമിക്കും. നമുക്ക് കാണാം. ആ കാണാം. ആ ജീവൻ പറയാൻ മറന്നു, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇവനെന്താ ഒരുമാതിരി ക്രിമിനൽസിനോടൊക്കെ സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കണത്? ഇവന് പണി കൊടുക്കണോ അതോ വെറുതെ വിടണോ? ഇതവൻ്റെ വിധിയാണ്. ആ എടോ ഞാൻ ആ പൈസ തരാം, താങ്കൾ കൊടുക്കല്ലേ? സോറി ജീവൻ, ഞാനത് ഓൾറെഡി അപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു. നീ അത് വൈഫിൻ്റെ കയ്യിലാണോ കൊടുത്തേ? അല്ല, ഞാൻ ഡോറിൻ്റെ അടിയിൽ കൂടി ഇടുക ചെയ്തത്. ഞാൻ ആക്ച്വലി ബെല്ലടിച്ചു, പക്ഷേ ആരും ഡോറ് തുറന്നില്ല. എത്ര നേരമായി താൻ അവിടെ കൊണ്ട് ഇട്ടിട്ട്? ഒരു 20 മിനിറ്റ് ആയി കാണും. ആക്ച്വലി പുള്ളിക്കാരി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ബെല്ലടിച്ചാൽ ഡോറ് തുറക്കണ്ടേ. എടോ അതെങ്ങനെ അവള് കണ്ട അവള് തകർന്നു പോകും. അവളൊരു പാവാണോ? ഒന്നും ഉണ്ടാവില്ല ജീവൻ, താൻ ഇന്നാള് പറഞ്ഞ പോലെ വൈഫ് തന്നോട് ക്ഷമിക്കും. ബട്ട് ഐ എം സോറി. പക്ഷെ ശരിക്കും ആള് ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല. ഇയാൾ പെട്ടെന്ന് വീട്ടിൽ പോയി നോക്ക്. ഇനി ആ ഫോട്ടോസ് ഡോറിൻ്റെ അടിയിൽ തന്നെ ഉണ്ടെങ്കിലും. ഓക്കെ. ചേട്ടാ, നോർത്ത് സ്റ്റേഷൻ. എന്തു പറ്റി, പോവാണോ? ആ നല്ല സുഖമില്ല, ഒരു തലവേദന. ഓ ഞാൻ വീട്ടിൽ നിന്ന് കണക്ട് ചെയ്തോളാം. ശരി.
എന്താ നേരത്തെ എത്തിയോ? ആ ചെറിയൊരു തലവേദന. അപ്പോൾ കാൻഡിഡ് ഫോട്ടോസ് ആയിരുന്നല്ലേ ആനിവേഴ്സറി ഗിഫ്റ്റ്? ഒരു ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിച്ചതാ. ഐ ആം സോ ലക്കി ജീവൻ. സത്യത്തില് ഞാനല്ലേ ശ്വേത ലക്കി.